ഹായ് ഗൈസ്, നമസ്കാരം. ഞാന് കൊറേ മാങ്ങ അടുക്കളയിലിരിക്കുന്നു. ചെന്ന് നോക്കിയപ്പോ വാങ്ങിച്ചുകൊണ്ട് വന്നേന്നോന്ന് ചോദിച്ചപ്പോഴാ എങ്ങനെ രാവിലെ നടക്കാൻ പോയപ്പോ വല്ലവരുടെയും മരത്തിന്റെ ചോട്ടിന്ന് പറക്കിക്കൊണ്ട് വന്നത്. ഈ കുലിസിതമൊക്കെ എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചപ്പോ പണ്ടുതൊട്ടേയുള്ള ശീലങ്ങളാണ്. ഈ മഴയുടെ ഈ സീസൺ ആകുമ്പോഴത്തെ നമ്മുടെ റോഡില് വലിയ നാട്ടുകളാണ്. അപ്പൊ ഈ കൊഴി ജയിക്കുന്നത് അന്നേരം നമ്മൾ ചെറുതൊന്നുമല്ല, 15 വയസ്സൊക്കെ ഉണ്ട്. ജോലിയെ കിട്ടിയതിന് ശേഷം റോഡില് മാങ്ങാക്കടിയുണ്ടായ കൂട്ടത്തിലാണ്. അങ്ങനെ മാങ്ങ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് നല്ല മുട്ട മാങ്ങ. വലിയ ഐസിസിൽ വലിയ നോക്ക്, നല്ല അടിപൊളി മാങ്ങ. ചിലതൊക്കെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. ടാറിന്റെ റോഡില് വീണതാ. മണ്ണില് വല്ലതും വീഴാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് വീണ് എന്നെ കണ്ടപാടെ നടന്നു തുടങ്ങിയത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കണ്ട. അതൊന്ന് ചെത്തി നോക്കട്ടെ, അതൊന്ന് മുറിച്ച് നോക്കട്ടെ. പുഴുവാണോ? ഇത് പുഴുവാണോ? കണ്ണാടി ശരിക്ക് കാണാൻ വയ്യ, കണ്ണാടി വേണമെന്ന്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അയ്യേ, പുളിച്ചു. ഇത് നല്ലപോലെ പഴുക്കണ കുറെ ഇങ്ങനെ ഇരിക്കണം. ഏതെന്ത് മാങ്ങയാണ്? പഴുത്ത് നല്ല ഭയങ്കര പുളി. ഇവിടെ രണ്ടിടവും പുളിച്ച്. കള്ളൻ തിന്നു. പുളിയുണ്ടോ? ചെറിയ പുളിയുണ്ട്. ചെറിയ പുളിയല്ല, ഇതെന്ത് മാങ്ങയാണ്? ഇത് നല്ലപോലെ പഴുത്താലെങ്ങാണ്ട് കഴിക്കാൻ പറ്റും. പഴക്കണം. ഉജ്ജാലും വേണ്ടിയില്ല, ഇത്ര ദിവസം നോക്കിയിരിക്കാണ്. അപ്പൊ യേശോയുടെ മോഷണക്കഥ പറയാനാണ്. ഇത്രയും മാങ്ങ ആരുടെയെങ്കിലും പറമ്പിൽ നിന്ന് റോഡിലോട്ട് അതിന്റെ ശിഖരങ്ങളൊക്കെ നിന്ന റോഡിൽ വീഴും. റോഡിൽ വീണാ നാട്ടുകാരെടുക്കും. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചിത്ത്. അല്ല, പണ്ട് ഈ സമയത്തെല്ലാം കാറ്റും മഴ ഉണ്ടാവുമല്ലോ. നേരം വെളുക്കുമ്പോ 4 മണി 5 മണിയാകുമ്പോ റോഡിൽ എത്ര പേരെ അറിയോ? അപ്പൊ ബായ്, കട്ടുകൊണ്ടൊന്ന് മാങ്ങ കഴിക്കട്ടെ. ഇതിന്റെ അകത്ത് രാവിലെ നടക്കാൻ പോയ ഇങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട്. വല്ലവരെയും പറമ്പിൽ നിൽക്കുന്ന മാവ് റോഡിലേക്ക് മാങ്ങ പൊഴിച്ചിടുമ്പോ നമുക്ക് ഒരു മുളകും ഉപ്പും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെ, ഭയങ്കര പൊളി. എന്ത് മാങ്ങയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ആമിക്ക് ഇഷ്ടപ്പെടും അല്ലേടി? ഉപ്പും മുളകും ഒക്കെ ഇട്ടപ്പോ കൊള്ളാം. ബായ് പപ്പ മോഷ്ടാവേ, ബായ് പറ. എല്ലാവരോടും രാവിലെ നടന്നു പോയി. രാവിലെ എല്ലാവരും നടക്കുന്ന ഒരു കാലം മാങ്ങ കഴിഞ്ഞാൽ ആര് കണ്ടാലും ആരായാലും മാങ്ങ എടുക്കും. അതാണ് അതിനിപ്പോ അങ്ങനെ മോഷണത്തിന്റെ അങ്ങനെ ആരൊന്നുമില്ല. മാങ്ങയോട് കൊതി ഉണ്ടെങ്കിൽ ആരായാലും മാങ്ങ എടുക്കും.